ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 14. ഹരിയാനയിലും BJPയുടെ അന്തർനാടകം. ഹരിയാനയിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നയാബ് സിംഗ് സൈനി നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനത്തിൽ ജൻനായക് ജനതാ പാർട്ടിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച മനോഹർ ലാൽ ഖട്ടറിന്റെ പിൻഗാമിയായാണ് കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ സൈനി സ്ഥാനമേറ്റത്. 90 അംഗ നിയമസഭയിൽ 41 സീറ്റുള്ള BJP 7 സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു. ഖട്ടറിന്റെ രാജി ഘടകകക്ഷിയുമായുള്ള വെറുമൊരു സീറ്റ് തർക്കത്തിന്റെ മാത്രം ഫലമല്ല. ഹരിയാനയിലെ BJP സർക്കാരിനെതിരെ ഉയർന്ന ജനരോഷത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് മനോഹർ ലാൽ ഖട്ടറിന്റെ രാജി. ഖട്ടർ നയിക്കുന്ന സർക്കാരിന് ജനപിന്തുണ ഗണ്യമായി നഷ്ടപ്പെട്ടെന്ന് BJP നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തലമാറ്റലല്ലാതെ പോംവഴിയില്ല BJPക്ക്. ഹരിയാനയിലെ ജനസംഖ്യയിലെ 40% വരുന്ന ജാട്ട് വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക വഴി ജനരോഷം മറികടക്കുകയാണ് ലക്ഷ്യം. 2019 10 ൽ 10 ലോക്സഭാ സീറ്റും BJP നേടിയിരുന്നു. കർഷക സമരത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് തളർത്താൻ ശ്രമിച്ച ഖട്ടറിനും BJP സർക്കാരിനുമെതിരെയുള്ള ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും മറികടക്കാൻ ഇതുപോലൊരു മുറിവൈദ്യം പര്യാപ്തമല്ല. കർഷകർ മാത്രമല്ല ഹരിയാനയിലെ BJP സർക്കാരിനെ എതിർക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ പൊതുവെ ശാന്തമായിരുന്ന ആ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർത്തിരിക്കുന്നു. 2014 ഖട്ടർ സർക്കാർ അധികാരമേറ്റതു മുതൽ സംഘർഷങ്ങളുടെ പരമ്പരയാണ് ഹരിയാനയിൽ. 2016 ജാട്ട് സംവരണ പ്രക്ഷോഭത്തിൽ 30 പേരാണ് കൊല്ലപ്പെട്ടത്. ആൾദൈവം ഗുർമീത് റഹീമിന്റെ അറസ്റ്റിനെ തുടർന്ന് റഹീമിന്റെ അനുയായികൾ അഴിച്ചുവിട്ട അക്രമത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. യുവാക്കളിലെ തൊഴിലില്ലായ്മയാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അഗ്നിവീർ പദ്ധതിയിലൂടെ സൈനിക സേവനം നടത്തുന്നവർക്ക് സമീപഭാവിയിൽ തൊഴിൽ നഷ്ടപ്പെടുമെന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. സൈനികരുടെ ബാഹുല്യമുള്ള ഹരിയാനയിൽ ഈ വിഷയം ഗൗരവതരമാണ്. CBSEയുടെ അടക്കം വിവിധ പരീക്ഷകളിലെ ചോദ്യക്കടലാസ് ചോരുന്നത് ഹരിയാനയിൽ വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. 34 തവണയാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഹരിയാന സ്വദേശികളായ അന്താരാഷ്ട്ര ഗുസ്തി താരങ്ങൾ അവർക്കേറ്റ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ നടത്തിയ പ്രതിഷേധവും കേന്ദ്ര സർക്കാർ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചതും സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58% വോട്ടും 10 ൽ 10 സീറ്റും കരസ്ഥമാക്കിയ BJPക്ക് അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 36 ചുരുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ഭയം BJPയെ തുറച്ചു നോക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് JJPയുമായുള്ള സീറ്റ് തർക്കം മറയാക്കി മുഖ്യമന്ത്രിയെ മാറ്റിയത്. സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ തനിക്കുള്ള രോഷം മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജ് പരസ്യമായി പ്രകടമാക്കിയിട്ടുണ്ട്. JJPയുടെ 10 MLAമാരിൽ ചിലരെ അടർത്തി മാറ്റാനുള്ള BJPയുടെ ശ്രമവും വിജയിച്ചിട്ടുണ്ട്. JJP നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൗട്ടാല ഡൽഹിയിലെ വസതിയിൽ വിളിച്ച യോഗത്തിൽ 4 MLAമാരെ പങ്കെടുത്തുള്ളൂ. നിയമസഭയിൽ 30 MLAമാരുള്ള കോൺഗ്രസിന് BJPക്കെതിരെയുള്ള ജനരോഷം മുതലെടുക്കാൻ കഴിയാത്ത വിധം ഗ്രൂപ്പ് പോര് ശക്തമാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജിയും തമ്മിലുള്ള തർക്കമാണ് പ്രധാന കാരണം. ജനരോഷം ശക്തമാകുമ്പോൾ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന തന്ത്രമാണ് ഹരിയാനയിലും BJP പരീക്ഷിച്ചത്. എന്നാൽ JJPയുമായുള്ള തർക്കം വെറും നാടകമാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. JJPയെ NDAയിൽ നിന്ന് അടർത്തി മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി മത്സരിപ്പിച്ചാൽ സർക്കാർ വിരുദ്ധ വികാരത്തെ ദുർബലമാക്കാവുന്ന കണക്കുകൂട്ടലും BJP നേതൃത്വത്തിനുണ്ട്. മുന്നണി ബന്ധം തകർന്ന ശേഷം ദുഷ്യന്ത് ചൗട്ടാല BJPയെ വിമർശിക്കാതിരുന്നതും സംശയകരമാണ്.